നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ഒരു മാസം, ഇടമാസം മുഴുവൻ അവിടെ നിൽക്കും. അപ്പോൾ കുറേ രാശിക്കാർ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഒന്ന് നോക്കാം നമുക്ക്. കൃത്യമായിട്ട് ടൈം പറയുകയാണെങ്കിൽ മെയ് 15 രാവിലെ 6:23 AM ഇടവൻ രാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നത്. ഈ സൂര്യൻ കൊണ്ട് നേട്ടം വരുന്ന എന്തൊക്കെയാണ് ഏകദേശം നിങ്ങൾക്കറിയാം. അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഒന്നാമത്. ഈ സൂര്യനാണ് തൊഴിൽ, ജോലി, പ്രൊഫഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സന്താനങ്ങൾ, മക്കൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ സൂര്യനാണ് പൊതുവെ കൈകാര്യം ചെയ്തത്. ആ വകുപ്പ്, ഈ 3 വകുപ്പും കൈകാര്യം ചെയ്ത സൂര്യനാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 5 രാശി മാറ്റങ്ങളാണ് ഏകദേശം ഏപ്രിൽ 30 ജൂൺ 2 ഇടയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 5 ഗ്രഹമാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ ഈ 5 രാശി മാറ്റങ്ങൾ ആകമൊത്തം ടോട്ടൽ ആരാണ് നേടിയെടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സൂര്യൻ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ മറ്റ് ചാനലുകളൊന്നും ചെയ്യാത്ത ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 ദിവസം കൂടുമ്പോൾ ഉള്ള ദിനഫലം, രാശിഫലം ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ലോട്ടറിയിൽ ഉള്ള ഡെയിലി പ്രഡിക്ഷൻ ഒക്കെ ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വീഡിയോകൾ ചെയ്യുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയൊരു പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. 9847291363 ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. ദയവേത് ഫോൺ വിളിക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞങ്ങൾ പറയുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് 11ാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. ഇടവൻ രാശി, കർക്കിടകം രാശിയുടെ 11ാം ഭാവം വരുന്നത് ലാഭസ്ഥാനത്തേക്ക് സൂര്യൻ വീഴാണ്. സൂര്യൻ മാത്രമല്ല, അവിടെ ബുധനും ഈ കാലയളവിൽ, അതായത് മെയ് 15 ഗ്രഹനില എടുക്കുമ്പോൾ സൂര്യനും ബുധനും ഒരുമിച്ച് ഇടവൻ രാശിയിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തൊഴിൽ ലാഭം, തൊഴിൽപരമായിട്ട് എല്ലാവിധ നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് കർക്കിടകം രാശിക്കാർക്ക്. കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം വരുന്നത്. സൂര്യൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് കർക്കിടകം രാശിക്കാണ്. അപ്പോൾ ഇടവമാസം മുഴുവൻ കർക്കിടകം രാശിക്കാർ എല്ലാ തരത്തിലും നേട്ടമുണ്ടാക്കും. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട്. പിന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. അതുപോലെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ, പിന്നെ പിതാവിന് തന്നെയും നേട്ടങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ കർക്കിടകം രാശിക്കുണ്ടാവും. അതുകൂടാതെ ചൊവ്വയും ശുക്രനുമൊക്കെ ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കർക്കിടകം രാശിക്ക് നിരത്തിപ്പിടിച്ച് സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. ഇനി ഞങ്ങൾ പറയുന്ന രാശി ചിങ്ങം രാശിയാണ്. മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങൻ രാശിക്ക് ഇതുപോലെ തന്നെയാണ് സംഭവം. കർമ്മഭാവത്തിലാണ് അവർക്ക്
സൂര്യനും ബുധനും കൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ട് ഒക്കെ കിട്ടുന്നത്. പിന്നെ ഇവർക്ക് ഗുരു ശുക്രയോഗം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ചിങ്ങം രാശിക്ക് കുറച്ച് കാലമായിട്ട് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വന്നിട്ടും ഞങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ഇവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ശനി അഷ്ടമ ശനിയായിട്ട് തന്നെ തുടരുന്നു. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്നാൽ തന്നെയും മറ്റു ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർക്ക് നേട്ടങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അത് ഇടോ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയെല്ലാം സംഭവിക്കും. ചിങ്ങൻ രാശിക്കാർ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഇതെല്ലാം ഈ നേട്ടങ്ങളെല്ലാം കൊയ്യാൻ തയ്യാറെടുക്കുക. അത് കളഞ്ഞു കുളിക്കരുത്. ഓക്കെ, എപ്പോഴും ഇതുപോലുള്ള അവസരങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ജൂൺ 2-ന് ഇവർക്ക് വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നുണ്ട്. അത് ഏകദേശം 2 വർഷം തുടരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജൂൺ 2-ന് മുമ്പായിട്ട് ഇവർ ചെയ്ത് തീർക്കുകയും ചെയ്യണം. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് 6-ാം ഭാവത്തിലേക്കാണ് സൂര്യനും ബുധനും വരുന്നത്. അപ്പോൾ അതുകൂടാതെ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. പിന്നെ സർപ്പവും ശിഖിയൊക്കെ അനുകൂലമാണ്. അപ്പോൾ പൊതുവെ ഇവർക്ക് സൂര്യൻ കൊണ്ട് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങൾ കൊണ്ടും നേട്ടങ്ങളാണ്, തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ജൂൺ 2-ന് വ്യാഴം മാറുന്നുണ്ട്. അത് പ്രതികൂലമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ജൂൺ 2-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുക. അവസരങ്ങൾ എപ്പോഴും നമ്മളെ പിന്തുണയ്ക്കത്തില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഇവരെ ഈ ജൂൺ 2-ന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് നേട്ടങ്ങൾ പരമാവധി നേടുക. ഓക്കെ, പിന്നെ 6-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ശത്രുവിൽ വിജയം. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കടം, അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഭേദമാവും. പിന്നെ കേസ് വഴക്കുകളൊക്കെ രമ്യതയിലാവും. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ധനുരാശിയുടെ കാര്യങ്ങൾ. ഓക്കെ, ഇനി മീനം രാശിയും കുറേയധികം ദോഷാധിക്യമുള്ള കാലഘട്ടം ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക്, മെയ് 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മറിയും. അതുപോലെ തന്നെ വ്യാഴം ജൂൺ 2-ന് അനുകൂലമായിട്ട് വരും. എങ്കിലും ജന്മശനിയായിട്ട് നിൽക്കുകയാണ്. അത് ഒരു 1.25 വർഷം ഉണ്ടാവും. എന്നാൽ തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനം രാശിക്കും നേട്ടമാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ടും ഇവർക്ക് ഉണ്ടാകുന്നത്. എങ്കിലും ബുധൻ അവിടെ ഇവർക്ക് ഇടവൻ രാശിയിൽ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. എന്നാൽ തന്നെയും പൊതുവേ ഇവർക്ക് മീനം രാശിക്ക് പൊതുവേ ഒരു നല്ല കാലഘട്ടം അങ്ങോട്ട് തുടങ്ങിയാണ്. അത്യാവശ്യം ദോഷാധിക്യമുള്ള കുറേ കാലയളവുണ്ടായിരുന്നു, അതെല്ലാം മാറും. മീനം രാശിക്ക് 3-ാം ഭാവത്തിലേക്ക്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? കുടുംബം, മനസ്സ്, സഹോദരൻ, സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ മറ്റ് നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് കുടുംബ സൗഖ്യം ഉണ്ടാവും. പിന്നെ മാനസിക സന്തോഷം, പിന്നെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ പെട്ടെന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലൂടെയും ഒക്കെ നിലപാടുകളിലൂടെയും ഒക്കെ ഇവർക്ക് നേട്ടം കൊയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. അപ്പോൾ ചുരുക്കത്തിൽ മീനം രാശിക്കും നേട്ടങ്ങളുടെ കാലമാണ്. അപ്പോൾ ഈ 4 രാശി മാത്രമല്ല മറ്റ് രാശികൾക്കും നേട്ടങ്ങളുണ്ട്. അത് ഈ ദിനഫലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. എനിവേ തൽക്കാലം
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.